ഫസ്റ്റ് റൗണ്ട് മത്സരം ബാർസലോണ ക്യാമ്പ് നൗവിൽ 2-0 തോറ്റപ്പം തന്നെ എന്നെ സംബന്ധിച്ച് ഈ ഒരു ടൈയുടെ കാര്യത്തിൽ തീരുമാനം ആയതാണ്. അവിടുന്ന് മെത്രോപോളിറ്റാനോയിൽ തിരിച്ചു പോയി ഒരു ജയം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു. പക്ഷേ എനിക്കറിയാം ഓരോ ബാർസലോണ ഫാൻസും ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു. ഈ മത്സരം മെത്രോപോളിറ്റാനോയിൽ ആ ഒരു തിരിച്ചുവരവ് നടത്തും ബാർസലോണ, റമോൺതാദ നടത്തി തിരിച്ചു വന്ന് സെമിയിലെത്തും എന്നുള്ള വമ്പൻ പ്രതീക്ഷ തന്നെയായിരുന്നു ബാർസ ആരാധകർ. ആദ്യത്തെ 25 മിനിറ്റിനുള്ളിൽ ബാർസലോണ 2 ഗോൾ അടിച്ച് ഓവറോൾ സ്കോർ 2-2 ആക്കുകയും കൂടെ ചെയ്തപ്പം ന്യൂട്രൽ മനുഷ്യനായ എനിക്കും തോന്നി ബാർസ തിരിച്ചു വരും, ഇത് ബാർസയുടെ ദിവസമാണ്, ബാർസ സെമിയിലെത്തും എന്ന് എനിക്കും തോന്നി. പക്ഷേ അവിടെ നിന്നിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് തിരിച്ചു വന്ന് ഗോള് അടിച്ച് ബാർസയുടെ കഞ്ഞിയിൽ പാറ്റ ഇട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഈ ഒരു ഗോള് കഴിഞ്ഞിട്ടും ബാർസയ്ക്ക് ആവശ്യത്തിന് ചാൻസ് കിട്ടിയിട്ടുണ്ട്. മത്സരം ആ ഒരു 3-3 എത്തിക്കാനും അത് കഴിഞ്ഞ് വേണമെങ്കിൽ 4-3 എത്തിക്കാനും ഒക്കെയുള്ള ചാൻസ് ബാർസയ്ക്ക് കിട്ടി. പക്ഷേ ബാർസ ക്യാപിറ്റലൈസ് ചെയ്യാൻ ബാർസയ്ക്ക് പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കണം, 54-ാമത്തെ മിനിറ്റിൽ ഫെറാൻ ടോറസ് 54-ാമത്തെ മിനിറ്റിൽ അടിച്ച ആ ഒരു ഗോള് ഓഫ് സൈഡ് ആയതുകൊണ്ട് റൂൾ ഔട്ടായി. അവിടെ അത് കഴിഞ്ഞപ്പം മുതൽ ശരിക്കും ബാർസയുടെ കയ്യിൽ നിന്ന് ഗെയിം പിടിവിട്ട പോലെ എനിക്ക് പേഴ്സണലി തോന്നി. അത് കഴിഞ്ഞും ചാൻസസ് ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയാം ലെവൻഡോസ്കിക്കും അറാഹോയ്ക്കും ഒക്കെ ചാൻസ് ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഓവറോൾ മത്സരം നോക്കുകയാണെങ്കിൽ രണ്ട് ടൈ നോക്കുകയാണെങ്കിലും ബാർസ ഈ 2 മത്സരങ്ങളും തോക്കാനുള്ള മെയിൻ കാരണക്കാർ ബാർസയുടെ ഡിഫൻസാണ്. ഇന്നത്തെ മത്സരത്തിൽ ബാർസ കൺസീഡ് ചെയ്ത ആ ഒരു ഗോള് കണ്ടിട്ടുള്ള എല്ലാ ബാർസ ആരാധകർക്കും അറിയാം. ഈ രീതിയിൽ ബാർസ കൺസീഡ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു സ്ഥിരം കാഴ്ചയാണ്. ബാർസ കളിക്കുന്ന ആ ഒരു ബാർസയുടെ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ, അത് കാരണം ബാർസയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു ഹൈ ലൈന്, അതിനെ ടാർഗറ്റ് ചെയ്യുന്ന ഓപ്പോസിഷൻ്റെ ആ ഒരു രീതി സെയിം അതേപോലെ തന്നെ ഇന്നും ബാർസയുടെ ഹൈ ലൈനെ ടാർഗറ്റ് ചെയ്ത് പോയി അത്ലറ്റിക്കോ മാഡ്രിഡ് ആ ഒരു ഗോള് സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് മാത്രമല്ല, ഓരോ പ്രാവശ്യവും ഈ ബാർസയുടെ ഡിഫൻസ് ഓപ്പൺ അപ്പ് ആകുന്ന സമയത്ത് നല്ല വിശാലമായിട്ട് ബാർസയുടെ ഡിഫൻസ് ഓപ്പൺ ആകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ XG ചാൻസസ് ആണ് ഓപ്പോസിഷന് മുന്നിൽ തുറന്ന് കിട്ടുന്നത്. ഇന്നത്തെ ചാൻസ് നോക്കിയാലും നല്ല ഹൈ XG ഉള്ള ഒരു ചാൻസാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന് ബാർസയുടെ ഡിഫൻസ് ഒരുക്കി കൊടുത്തത്. ലുക്മാൻ ഗോള് സ്കോർ ചെയ്യുന്നു. ബാർസയുടെ കളി അവിടം കൊണ്ട് തീർന്നു. പിന്നെ ബാർസയുടെ ഡിഫൻസ് കാണിച്ച വേറൊരു വമ്പൻ അബദ്ധം, കഴിഞ്ഞ മത്സരത്തിൽ കാണിച്ച അതേ പരിപാടി ഈ മത്സരത്തിലും കാണിച്ച് റെഡ് കാർഡ് കിട്ടി എറിക് ഗാർസിയ പുറത്തു പോകുന്നു. ലാസ്റ്റ് മാൻ ടു ദ ഗോളിനെ ഫൗൾ ചെയ്യുന്നു, സോർലോത്തിനെ ഫൗൾ ചെയ്യുന്നു, പുഷ് ചെയ്യുന്നു. കഴിഞ്ഞ മത്സരത്തിൽ നമ്മുടെ കുബാർസി എന്ത് ചെയ്തോ അത് തന്നെ ഇന്ന് എറിക് ഗാർസിയ ചെയ്തു. ആ ഒരു സമയം വരെ മര്യാദയ്ക്ക് ഡിഫെൻഡ് ചെയ്ത മനുഷ്യനാണ്. റെഡ് കാർഡ് കിട്ടി പുറത്താകുന്നു. അപ്പം പലരും പറയും റഫറിയുടെ മോശം തീരുമാനം, കുണ്ടയും അതുപോലെ തന്നെ സോർലോത്തും ഒരേ ലൈനിലായിരുന്നു, അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മാൻ ഇൻറ്റു ദ ഗോൾ അല്ല എന്നൊക്കെയുള്ള പല വാദങ്ങളും നടത്തും. പക്ഷേ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ഡിഫൻസാണ്. അതുമാത്രമല്ല, ആ സാഹചര്യങ്ങളിൽ എങ്ങനെ അതിനെ മാനേജ് ചെയ്യണം എന്ന് ഡിഫൻസിന് അറിയത്തില്ല. ഈ രീതിയിൽ സ്ട്രൈക്കറിനെ തള്ളി ഇടുന്നു, ഫൗള് കൺസീഡ് ചെയ്യുന്നു, റെഡ് കാർഡ് മേടിക്കുന്നു. അപ്പം കഴിഞ്ഞ ഒരു 2-3 സീസൺ ചാമ്പ്യൻസ് ലീഗ് നോക്കുകയാണെങ്കിൽ ഈ 3 സീസണിലെ ചാമ്പ്യൻസ് ലീഗിലായിട്ട് ഇപ്പം ബാർസലോണ 6 റെഡ് കാർഡാണ് മേടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം അഴിച്ചുപണി നടത്തേണ്ടത് നിങ്ങളുടെ ഡിഫൻസിൽ തന്നെയാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ 1-2 വീഡിയോസിലൊക്കെ പറഞ്ഞത് ഒരു ഡിഫൻഡറെങ്കിലും കൊണ്ടുവരണമെന്ന് അല്ല, മിനിമം 2 എക്സ്പീരിയൻസ്ഡ് ഡിഫൻഡറെങ്കിലും ബാർസയുടെ ഡിഫൻസിൽ വേണം. ഡിഫൻസിനെ എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ പൊസിഷൻ ചെയ്യണം. വൺസ് ഡിഫൻസ് ഓപ്പൺ ആകുമ്പം
ട്രാക്ക് ബാക്ക് ചെയ്യാനുള്ള പേസ്, അതേപോലെ ഈ ലാസ്റ്റ് മാൻ ടു ദ ഗോളിനെ എങ്ങനെ ഷോൾഡർ ബാർജൊക്കെ ചെയ്ത് എങ്ങനെ അവനെ അവിടുന്ന് ആ ഒരു ത്രെട്ടിനെ എങ്ങനെ ഒഴിവാക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡിഫൻഡേഴ്സ്, സെനസി പോണക്കത്തെ ഡിഫൻഡർ, ബസ്റ്റോണി പോണക്കത്തെ ഡിഫൻഡർ, ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. 2 പേര്, ഒരാൾ പോരാ, 2 പേര് തന്നെ വേണം. പിന്നെ ബാർസയുടെ ടീമിനെ നോക്കിയാൽ ബാർസ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 പ്ലെയേഴ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് റഫീഞ്ഞ, പിന്നെ ആരാ, ലമീൻ യമാൽ, പിന്നെ പെദ്രി. റഫീഞ്ഞ എന്ന് പറയുന്ന മനുഷ്യൻ ഈ 2 ലെഗിലും കളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ഗോൾ ത്രെട്ട് ഓപ്പോസിഷനെ സംബന്ധിച്ച് അങ്ങ് ഒഴിവായി കിട്ടി. പിന്നെ പെദ്രിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പെദ്രി ഇന്നത്തെ മത്സരത്തിൽ ബാർസയുടെ ഷർട്ടിൽ പെദ്രിയുടെ വൺ ഓഫ് ദ മോശം മത്സരം, വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഗെയിമാണ് ബാർസയുടെ ഷർട്ടിൽ പെദ്രി ഇന്ന് കളിച്ചത്. പിന്നെ ആകെപ്പാടെ ഉള്ളത് ലമീൻ യമാലാണ്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനെ ഉള്ളെങ്കിൽ ആ മനുഷ്യനെ ഡിഫെൻഡ് ചെയ്യാൻ എളുപ്പമാണ്. 3-4 പ്ലെയേഴ്സിനായിട്ട് 3v1 4v1 ഒക്കെ നടത്താം. ലുക്മാനൊക്കെ ഡ്രോപ്പ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ലുക്മാൻ, കൊക്കെ, റുജേരി. അപ്പം കഴിഞ്ഞ മത്സരം പോലെ തന്നെ 3-4 പ്ലെയേഴ്സിൻ്റെ ഇടയ്ക്കൂടുള്ള ഡ്രിബിളിങ്, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ സ്റ്റാറ്റ്സ് തന്നെ യമാലിൻ്റെ സ്റ്റാറ്റ്സ് നോക്കിയോ, 1 man ആർമി. കഴിഞ്ഞ മത്സരത്തിലും 1 man ആർമി ആയിരുന്നു, ഇന്നും 1 man ആർമി എന്ന് തന്നെ പറയാം. സ്റ്റാറ്റ്സ് തന്നെ നിങ്ങൾ നോക്കിയോ, 90% പാസിംഗ് അക്യുറസി, 12 ഡ്യുവൽസ് വിന്ന്. അതായത് അറ്റാക്കിൽ മാത്രമല്ല ഡിഫൻസിലും അതേപോലെ തന്നെ മരിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മനുഷ്യനാണ് ഈ ലമീൻ യമാൽ. 9 പ്രോഗ്രസീവ് ക്യാരീസ്, ഏകദേശം 90-ന് മുകളിൽ ടച്ചസ് ഗെയിമിലുണ്ട്. 4 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ആ ഫെർമിനൊക്കെ കൊടുത്ത ആ ഒരു ട്രിവേലയൊക്കെ എല്ലാവർക്കും ഓർമ്മ കാണും. അതിൽ പോയിട്ട് ഹെഡ് ചെയ്തു, ഗോളി സേവ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഗോളി വന്നിട്ട് ഫോളോ ത്രൂവിൽ ഫെർമിൻ്റെ മൂക്കിനിട്ടൊരു ചവിട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു ചവിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഷെഡ്, അതായത് രക്തം ഇങ്ങനെ ഒഴുകുമായിരുന്നു പിച്ചിൽ. അത് മാത്രമല്ല, ഫെർമിൻ്റെ മാത്രമല്ല, തൊട്ടപ്പുറത്ത് എന്നാ പറയുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ റുജേരിയയ്ക്കും അതേപോലെ തന്നെ ഒരു ഫൗള് ഗാവി നടത്തി. പുള്ളിയുടെയും തലേന്ന് നെറ്റിയിൽ നിന്നൊക്കെ ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്നത് കണ്ട് ഫെർമിൻ്റെയൊക്കെ ആ ഒരു ഫെർമിനെതിരെയുള്ള ഫൗള്, അതിനൊന്നും കാർഡോ ഫൗള് വിളിക്കാനോ ഒന്നും പറ്റത്തില്ലാത്ത ഒരു സാഹചര്യമാണ്. ഫോളോ ത്രൂവിലുള്ള അങ്ങനത്തെ ഡേഞ്ചറസ് ടാക്കിളുകൾ, ഫൗളുകൾ ഫുട്ബോൾ ബുക്കിൽ അതിനൊന്നും ഒരു നിയമം ഇല്ല. അത് ഭയങ്കര ഒരു കഷ്ടം ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ നിയമങ്ങൾ, ഫൗളിൻ്റെ കാര്യം പറയുമ്പോഴും ബുക്കിൽ ഉള്ള ഫൗളുകൾ തന്നെ വിളിക്കാൻ റഫറി കഷ്ടപ്പെടുന്നുണ്ട്. റഫറി വിളിക്കുന്നില്ല. അത് ബാർസയ്ക്കും അതേപോലെ തന്നെ അത്ലറ്റിക്കും ഒരേപോലെ പല കോർണറുകൾ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഫൗള് വിളിക്കേണ്ട പല സമയത്തും ഫൗള് കൊടുക്കുന്നില്ല. ഓൾമോയുടെ ചാൻസ് എനിക്ക് തോന്നുന്നു ബോക്സിനുള്ളിലാണ് ഓൾമോയെ ഫൗള് ചെയ്ത്. സോർലോത്തിനെതിരെ ഫൗള് വിളിക്കാമെങ്കിൽ ഓൾമോയ്ക്കെതിരെ ഫൗള് വിളിക്കാവുന്നതാണ്. അതുമാത്രമല്ല ജുവാൻ ഗാർസിയ ബോക്സിന് പുറത്ത് പോയി ബോൾ കളക്ട് ചെയ്യുന്നുണ്ട്, കൈകൊണ്ട് ബോൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഇതൊന്നും റഫറി കാണുന്നില്ല, VAR കാണുന്നില്ല, ആരും ഒന്നും അറിയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ബാർസ തോറ്റത് എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ബാർസയുടെ കയ്യിരിപ്പ് കൊണ്ട് തന്നെയാണ് ബാർസ തോറ്റത്. ഡിഫൻസ് വേണ്ട സമയത്ത് ഗോളുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ബാർസയുടെ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് അറ്റാക്കുകൾ എന്തെങ്കിലും വരുന്നുണ്ടോ? പ്രത്യേകിച്ച് ഫെർമിൻ ലോപ്പസിന് ആ ഒരു ഇഞ്ചുറിയും കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ഫെർമിൻ ലോപ്പസിനെ കാണാനില്ല. ക്യാൻസലോ എന്ന് പറയുന്ന മനുഷ്യൻ ഇന്നത്തെ മത്സരം കളിച്ചോ? ഞാൻ കണ്ടില്ല, പിച്ചിൽ ഞാൻ കണ്ടില്ല. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് വിങ്ങിൽ യാതൊന്നും നടക്കുന്നില്ല. കറക്റ്റ് സമയത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്നില്ല. റാഷ്ഫോർഡിനെ കുറച്ച് മുന്നേ കൊണ്ടുവരുമായിരുന്നു. കൊണ്ടുവന്നാലും റാഷ്ഫോർഡ് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. കാരണം വന്ന സമയത്ത് റാഷ്ഫോർഡിനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഫെറാൻ ടോറസിനെ ഇന്ന് കളിപ്പിച്ച ആ ഒരു തീരുമാനം, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ എനിക്കത് നല്ല തീരുമാനമായിട്ട് തോന്നിയില്ല. പക്ഷേ മമ്പൻ തീരുമാനമായിരുന്നു. കാരണം ഓഫ് ദ ബോളുള്ള ഫെറാൻ ടോറസിൻ്റെ വർക്ക് റേറ്റ് ഇന്നത്തെ മത്സരത്തിൽ സ്കോർ ചെയ്ത 2 ഗോള്, ഒന്ന് ഓഫ് സൈഡായി, പിന്നെ ഒന്ന് കൗണ്ട് ചെയ്യാവുന്ന ഗോള്, അത്രയും
അത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഫെറാൻ ടോറസ് എന്ന് പറയുന്ന മനുഷ്യനിൽ നിന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു അത്രയും ഒരു സംഭവം പുള്ളിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ആവശ്യത്തിലധികം മാച്ചിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പരിപാടികളൊക്കെ ഫെറാൻ ടോറസ് ചെയ്തു. പിന്നെ വന്ന ലെവൻഡോസ്കിയുടെ യൂറോപ്പിലെ കാലം കഴിഞ്ഞു. ഇനിയിപ്പം ഈ ഒരു ബാർസ അതേപോലെ തന്നെ ലപ്പോട്ടയും ഡെക്കോയും ഒക്കെ ഒരു വർഷത്തെ എക്സ്റ്റൻഷന് വേണ്ടി എന്തിന് ശ്രമിക്കണം എന്ന് എനിക്കറിയത്തില്ല. മച്ചാനെ കൊണ്ട് നടക്കത്തില്ല. വെറുതെ എന്തിനാ ആ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നത്? വേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല സ്ട്രൈക്കറിനെയോ ഹാലൻഡോ ഒസിമനോ അങ്ങനത്തെ വമ്പൻ സ്ട്രൈക്കേഴ്സിനെ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ഫെറാൻ ടോറസിനെ സെക്കൻഡ് ഫീൽഡിലായിട്ട് കളിപ്പിക്കുക. അവനത് കളിക്കും. അവനത് ഇന്നത്തെ ഇത്രയും വലിയ മത്സരം, ഇത്രയും പ്രഷറിൽ മെത്രോപൊളിറ്റാനോയിൽ അത് അവന് കളിക്കാൻ പറ്റുന്നെങ്കിൽ അവനെ സെക്കൻഡ് ഫീൽഡിലായിട്ട് യൂസ് ചെയ്യാം. അത് അവനും യാതൊരു പ്രശ്നവും കാണത്തില്ല. പക്ഷേ ഫസ്റ്റ് ചോയ്സായിട്ട് നല്ലൊരു സ്ട്രൈക്കർ വേണം. നിങ്ങളുടെ ലെഫ്റ്റ് വിങ്, ആ വിങ്ങിനെ ഒന്ന് തട്ടിപ്പൊട്ടി എടുക്കണം. കാരണം നിങ്ങളുടെ സെൻട്രലി അല്ലെങ്കിൽ റൈറ്റ് സൈഡ് അതുവഴി മാത്രമേ അറ്റാക്കുള്ളൂ. അതായത് സ്ട്രൈക്കർ, ലെഫ്റ്റ് വിങ്, ഡിഫൻസ്, ഇതിനെയൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കുക എന്നുള്ളത് അങ്ങനത്തെ ഒരു വമ്പൻ ജോലിയാണ് ബാർസയുടെയും അതുപോലെ തന്നെ ഡെക്കോയുടെയൊക്കെ മുന്നിലുള്ളത്. എനിക്കറിയാം ബാർസയുടെ ഏറ്റവും മോശം സമയത്തോടാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഫൈനാൻഷ്യലി തകരുന്ന അവസ്ഥയാണ്. അപ്പം ഈ ഒരു അവസ്ഥയിലും നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ക്ലബ്ബ് ടൈറ്റിലിന് വേണ്ടി കമ്പീറ്റ് ചെയ്യുന്നുണ്ട്. ടൈറ്റിൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. 9 പോയിൻ്റ് റയൽ മാഡ്രിഡിനേക്കാളും മുന്നിലാണ്. 7 മത്സരം ബാക്കി. ആ സമയത്തും ഉള്ള ലാമാസിയ പ്ലെയേഴ്സിനെയൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങളുടെ ക്ലബിനെ മുന്നോട്ട് പോകുന്നത് കാണുമ്പം എനിക്ക് തന്നെ അസൂയുണ്ട്. ഞങ്ങൾക്കൊന്നും പറ്റത്തില്ലാത്ത പരിപാടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കറിയാം 2015 കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു ക്ലബിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നിങ്ങൾക്ക് ചാമ്പ്യൻസ് ലീഗ് ജയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു വരും എന്ന് എനിക്ക് ഏതായാലും ഉറപ്പാണ്. തൊട്ടപ്പുറത്ത് സെമിയിലെത്തിയ നമ്മുടെ അത്ലറ്റിക്കോ മാഡ്രിഡ് ആരാധകരെ നോക്കി റഫീഞ്ഞ പറയുന്നുണ്ട്, മക്കളെ ഞങ്ങൾ ഇന്ന് പുറത്തായി, നിങ്ങൾ അടുത്ത റൗണ്ടിൽ പുറത്താകും. എനിക്ക് ആ ബാനർ അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന സാധനം അവർ ഡിസർവ് ചെയ്യുന്നുണ്ട്. അവർ ക്യാമ്പ് നൂവിൽ വന്ന് 2-0 നിങ്ങളെ തോപ്പിച്ച് തന്നെയാണ് അവർ മുന്നിൽ അടുത്ത റൗണ്ടിൽ എത്തിയത്, അല്ലെങ്കിൽ സെക്കൻഡ് ലെഗിലെത്തിയത്. ഇവിടെയും അവർ നല്ല ഫുട്ബോൾ തന്നെ കളിച്ചു. 1-2 തോറ്റെങ്കിലും നല്ല ഫുട്ബോൾ കളിച്ച് തോറ്റ് തന്നെയാണ് അടുത്ത റൗണ്ടിലേക്ക് അവർ ഡിസർവിംഗിലി പോകുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡിനെ നോക്കുകയാണെങ്കിൽ അവർ ബാർസയെക്കാളും അതുപോലെ തന്നെ റയൽ മാഡ്രിഡിനേക്കാളും കൂടുതൽ കാശ് സ്പെൻഡ് ചെയ്ത് ടീം റീബിൽഡ് ചെയ്തു. അതിൻ്റെ റിസൾട്ട് കാണുന്നുണ്ട്. കോപ്പ ഡെൽ റേയുടെ ഫൈനലിൽ എത്തുന്നു. അവിടെയും നിങ്ങളെ സെമിയിൽ തോൽപ്പിക്കുന്നു. ഞാൻ ബാർസയെ താഴ്ത്തി കാണിക്കുകയൊന്നുമല്ല. നമ്മൾ എപ്പോഴും അത്ലറ്റിക്കോ മാഡ്രിഡ് എന്നല്ല, ഏതൊരു ടീമും അവർക്ക് ആ ഒരു റെക്കഗ്നീഷൻ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു എന്താ പറയുന്നത്, അവരുടെ എഫേർട്സിനൊക്കെ ഒരു അംഗീകാരം കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊടുക്കണം, എത്ര വലിയ എതിരാളികൾ ആണെങ്കിൽ പോലും. അപ്പം കോപ്പ ഡെൽറേയുടെ ഫൈനലിൽ റയൽ സോസിഡാഡുമായിട്ടുള്ള ആ മത്സരം ജയിച്ച് ടൈറ്റിൽ അടിക്കാനുള്ള ആ ഒരു ചാൻസ്, അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമിയിലെത്തുന്നു, അത് ജയിച്ച് ഫൈനൽ, പിന്നെ കപ്പ്. അതൊക്കെയാണിപ്പം അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മുന്നിലുള്ള അവരുടെ അവരുടെ അംബീഷൻ. അതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചന്നമെന്നും കമൻസായിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ഇനിയിപ്പം അടുത്ത റെമോൺടാഡയുടെ വെയിറ്റിംഗ് ആണ്. റയൽ മാഡ്രിഡിൻ്റെ മത്സരം, അതിൻ്റെ റിവ്യൂ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.